കൊറേ മാവുണ്ട്. പ്ലാവ് ഫ്രൂട്ട് അല്ല, ചക്കയാണ് ഫ്രൂട്ട്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. കൗതുക ലേശം കൂടുതലാണ്. സോ ഗൈസ്, അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഓണം മൂഡ് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു സമയമാണ്. ആ പാട്ട് ട്രെൻഡിങ് നിൽക്കുന്ന സമയമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു റീൽസ് എടുത്തു. അപ്പോൾ ആ റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മ കൂൺ കറി വെക്കാൻ പോകുന്നത്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കൂണൊക്കെ കിട്ടൂല. അപ്പോൾ കൂൺ കറി വെക്കാൻ പോവാണ് അമ്മ. സോ നമുക്ക് അമ്മ കൂൺ കറി വെക്കുന്ന വിശേഷങ്ങൾ കാണാം. സോ ലെറ്റ്സ് ഗോ. വെള്ളം എനിക്ക് തരുമോ? അമ്മ ഇവിടെ കൂണ് നല്ല ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ച കൂണാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിലെന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇവിടെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടിച്ചെടുക്കാം. ഇതെന്താ മഞ്ഞളിടുന്നേ? ഞാൻ ആദ്യം പറഞ്ഞു ചേച്ചി എവിടെയായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞോളാം. ഇവരുടെ പ്രശ്നം എന്താ പറയാ, ഭയങ്കര എന്താണ് ആക്ടിങ് ആണ് വീഡിയോ വരുമ്പോഴത്തേനും എല്ലാവരും. വീഡിയോ വരുമ്പോൾ നിങ്ങളല്ലാതെ ഇത് സെക്കൻഡ് റൗണ്ട് നമ്മൾ കഴുകി വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ കോമഡി ആക്കും കേട്ടോ. വേറെ വലിയ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. എൻ്റെ ചേച്ചിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചേച്ചി പല്ല കമ്പിട്ടു. ചേച്ചിന്റെ പല്ല് ചെറുതായിട്ട് പൊന്തുന്നുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി, ഞാൻ കമ്പി ഊരി, ഇപ്പൊ ചേച്ചി കമ്പി ഇട്ടു. ഗൈസ് കമ്പി ഇട്ടോ? ഇതെന്നാ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് സ്ലോ മോഷൻ ആയിട്ടായിരുന്നു ഞങ്ങൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അച്ഛൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇതുവരെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളല്ല, അമ്മ ഇതുവരെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അമ്മയുടെ പുറകെ നടന്ന് അമ്മേനെ മൊത്തത്തിൽ സ്ലോ മോഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മേനെ സഹായിക്കാൻ വന്നാണ്. പക്ഷെ ഞങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല. അരപ്പിനകത്ത് കുറച്ച് കരിയാപ്പില ഇട്ടായിരുന്നു. എന്നാൽ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് കിടക്കുന്നതാണ് മനസ്സല്ലേ, കുറച്ചിട്ടേക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്? നമ്മുടെ കളക്ടർ നമുക്കിന്ന് മഴയായിട്ട് ലീവ് വന്നു. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി മഴ പോലും ഇതുവരെ പെയ്തിട്ടില്ല. ഹാപ്പിയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് എന്താണ് കുറേ വീഡിയോസൊക്കെ എടുക്കാം. സാധാരണ നമ്മൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം രാവിലെ പോകും, വൈകിട്ട് വരും, പിന്നെ ചേച്ചി വരാൻ ടൈം എടുക്കും. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ പൊളിക്കും. നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളായിരുന്നു. എന്നാലും നോക്കിയേ, കൂണിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി നല്ല വെള്ളമായി. അതുകൊണ്ട് തീ നല്ല ഹൈ ഫ്ലെയിമിലിടാം. ചേച്ചി വീഡിയോ എടുക്കുമ്പോൾ ചേച്ചിക്ക് നാണം വരുന്നു. ഒരു 10-20 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ഉത്തരം പറയണെന്ന് ആൻസർ കൊടുക്കാത്ത ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. എന്നത്തിന് ഇതിന്റെ മണ്ടയിലോട്ട് കയറിയിരിക്കുന്നേ? ഞാൻ വേറൊരു സന്തോഷത്തോടെയാണ് ഇന്ന് ഫിസിക്സ് ടീച്ചർ പരീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷയുള്ള നമ്മൾ പഠിക്കേണ്ടി വന്നില്ല. ഇന്നലെ രാത്രി തന്നെ ഞാൻ പഠിച്ചില്ല. കമ്മലുമാലൊക്കെ കമ്മലുമാല ഇടാൻ പറഞ്ഞു. ഞാനൊരു റീൽ എടുത്തായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ കമ്മൽ ജസ്റ്റ് ഒന്ന് മാറ്റി. ഞാൻ രാവിലെ നോക്കുമ്പോ ഹരികരപ്പഴയുടെ ഭയങ്കര
എന്നിട്ട് ഇവിടെ പറമ്പില് കൊറേ ഫ്രൂട്ട്സ് പ്ലാവാണ് മെയിൻ ആയിട്ടുള്ളത്. അത് ഫ്രൂട്ട് ആണല്ലോ. കൊറേ മാവുണ്ട്, പിന്നെന്താ പ്ലാവ് ഫ്രൂട്ട് അല്ല, ചക്കയാണ് ഫ്രൂട്ട്. ഞാൻ പറയുന്നത് കൊറേ എന്തൊക്കെയോ വ്ലോഗ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ അമ്മയുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അമ്മയുടെ ചെടികളുടെ അയ്യോ ഒരു മുളകിന്റെ നഷ്ടമാണ്. കൂൺ നമ്മൾ വിചാരിച്ചാലും കുറഞ്ഞു പോയല്ലോ. അരപ്പ് കൂടുതലാണോ? ഞാൻ അതൊരു കാപ്പി കുടിച്ചില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റില് ഞാൻ ഡാൻസ് കളിക്കാൻ. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന 11 മണിയായപ്പോഴാണ് പൊറോട്ടയും രാവിലെ പോകട്ടെ. പൊറോട്ടയും കടലക്കറി ആയെന്ന് കൂടെ പറഞ്ഞു. സ്കൂളില്ലാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സുഖമായി കിടന്നു. നന്നായി എഴുന്നേറ്റത് അമ്മ എന്നെക്കാളും മുന്നേ എഴുന്നേറ്റ്. ഞാൻ 8 മണി 8:30 ചേച്ചി അതും കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. സ്കൂളിന്റെ പരിപാടി ആയിരുന്നു. അതുകൊണ്ട് വേറെ ലീവ് ഉള്ള ദിവസമാണെന്ന് നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റും. അപ്പൊ ഈ നമ്മൾ ഈ 7 ഡേയ്സിൽ ഈ ഇടയ്ക്ക് ലീവ് കിട്ടുക പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. കാരണം അത്ര ടയേർഡ് ആയിട്ട് സ്കൂളിൽ പോയി. സൺഡേ ലീവാണല്ലോ. അല്ല, ഇടയ്ക്ക് ഇങ്ങനെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ലീവ് കിട്ടാറുള്ളതല്ലേ. വീക്ക് ഡേയ്സിലെ ലീവ് കിട്ടുക. വീക്കെൻഡ്സ് വേറെ വൈബാണ്, പക്ഷെ ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ സന്തോഷം. നാളെ ക്ലാസ് ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ഉണ്ടല്ലോ. അല്ല അല്ല, അപ്പൊ ശനിയാഴ്ച എന്തായാലും ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഒരാ ദിവസമാണ് ഈ ആഴ്ച ആകെ നമുക്ക് ലീവ് കിട്ടല്. 2 ദിവസം കിട്ടി. നാളെ കഴിഞ്ഞ സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പഠിക്കാം, ഡാഡി ഫങ്ങാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആരാ വെച്ചത്? സ്മെല്ലൊക്കെ വരാൻ പറ്റുമോ? നമുക്കെല്ലാവർക്കും കൂടെ ചോറൊക്കെ അതിനകത്ത് ലേശം വെള്ളം കൂടെ പറ്റാനുണ്ട്. അതും കൂടെ പറ്റി കഴിഞ്ഞാൽ ചിരിച്ചിട്ട് ഇത് ഏറ്റവും പണി അതിൻ്റെ തൊലി പൊളിക്കാനല്ലേ? അയ്യോ, ഞാൻ രാവിലെ ഒരു 7:30 ആയപ്പോൾ ഇരുന്നതാ. 7:30 ആയപ്പോൾ ഇരുന്നിട്ട് 9 മണിയായി നമ്മൾ ശരിയാക്കി കഴിഞ്ഞപ്പോൾ. പൊറോട്ട കഴിച്ചുകൊണ്ട് വന്നുകൊണ്ട് അമ്മയാണ് ഫോൺ കൊണ്ടേ പറമ്പില്. അല്ല, അച്ഛന് എപ്പോഴും പച്ചോണ്ട് വന്നു കാട്ടാവാരാൻ അറിയില്ല. ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം തുറന്ന് വെച്ച് നമുക്ക് പറ്റിക്കാം. അല്ലെങ്കിൽ ആവി വെള്ളം ചാടിയിട്ട് പിന്നെ കുഴഞ്ഞു. കൂൺകറി ഇവിടെ സെറ്റായിരിക്കുകയാണ്. അമ്മേ, ഇന്ന് അമ്മ ഞങ്ങൾക്ക് വാരി തരുമോ ചോറ്? എന്താണ് അങ്ങനെ സ്നേഹരാജ ചൂടാ. അതെ, ചൂട് ചൂട് കാരണം മമ്മ എന്താ സൂപ്പർ. ഉപ്പ് കുറവുണ്ടോ? ഈ കൂൺ കഴിക്കുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ കഴിക്കാൻ പാടില്ല.
എന്താ അത് എന്താ പ്രശ്നം? വിഷമെന്നാ പറയുന്നത്. എല്ലാം കൂടി ചേരില്ല, കോമ്പിനേഷൻ ചേരില്ല. കൂൺ വിഷമെന്നല്ല, കൂണിന്റെ കൂടുതൽ ഇറച്ചിയും മീനും ഒക്കെ കൂട്ടിയ വിഷമാണ്. കാർന്നോമാര് കൊണ്ട് പറഞ്ഞില്ല, ആണെന്ന് പറഞ്ഞില്ല, ചിലവ് കൂട്ടും. ഞാൻ അതുകൊണ്ട് വേറെ ഒന്നും എടുക്കാനും ഇറച്ചി മീനും ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ഇത് മതി അല്ലേ? കൂണും ചോറ് നല്ലൊരു കോമ്പിനേഷൻ. അല്ല, നീ ആദ്യം കറിയെന്നാണല്ലോ പറഞ്ഞേ, ഇത് കറിയല്ലല്ലോ, തോരനാണല്ലോ. അപ്പം വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് രാവിലത്തെ മോർണിംഗ് റൊട്ടീനും അല്ല, നൂൺ റൊട്ടീനും അല്ല, അതിന് ഇടയ്ക്കുള്ള ഒരു ടൈം നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. സോ ലവ് യു.